നമസ്കാരം, ഫുട്ബോൾ പ്യൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ആൻഫീൽഡിൽ മാഞ്ചസ്റ്റർ സിറ്റി ലിവർപൂളിനെ നേരിടാനായിട്ട് പോവുകയാണ്. സോ ഈ മാച്ചിലോട്ട് വരുമ്പം എൻറ്റയർലി ഡിഫറെൻറ്റ് ഫോമിലുള്ള രണ്ട് ടീമുകളെയാണ് നമ്മൾ കാണുന്നത്. ഈ സീസണിൽ ആകപ്പാടെ ഒരേ ഒരു ലോസ് മാത്രമാണ് ലിവർപൂൾ പ്രീമിയർ ലീഗ് വഴങ്ങിയിരിക്കുന്നത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനോട്. അപ്പുറത്ത് മാൻ സിറ്റി ആണെങ്കിൽ കഴിഞ്ഞ 5 മത്സരങ്ങളിലും നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു തോൽവിയായിട്ടാണ് വരുന്നത്. ഓൾ കോമ്പറ്റീഷൻ 6 മത്സരങ്ങളായിട്ടൊരു വിജയം നേടാൻ സാധിച്ചിട്ടില്ല. ഒരു ഡ്രോയും 5 ലോസുമാണ്. പ്രീമിയർ ലീഗ് 3 അടുപ്പിച്ചുള്ള ലോസും ചാമ്പ്യൻസ് ലീഗ് 2 ലോസും. അതിനെടുത്ത് പറയേണ്ട കാര്യം, ലിവർപൂൾ ചാമ്പ്യൻസ് ലീഗിലും ഒരു കളി പോലും നോക്കാതെ ടോപ്പ് ഓഫ് ദി ലീഗാണ്. പ്രീമിയർ ലീഗിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് ഓഫ് ദി ലീഗാണ്. സിറ്റിയും അതുപോലെ തന്നെ ലിവർപൂളും ഇതിനു മുമ്പ് നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രീമിയർ ലീഗിൽ തന്നെ വേൾഡ് ഫുട്ബോളിൽ തന്നെ വന്നത് ക്ലാസിക് പോരാട്ടമാണ് സിറ്റി വേഴ്സസ് ലിവർപൂൾ. നമുക്കറിയാം യോർഗൻ ക്ലോപ്പ് വേഴ്സസ് പെപ് ഗോർഡിയോള പ്രോബബ്ലി ലാസ്റ്റ് 4-5 ഇയേഴ്സിലെ ടു ബിഗസ്റ്റ് കോച്ചസ് ആൻഡ് ഇവർക്കിടയിലെ ബാറ്റിൽ വളരെ വൈറ്റിലുമായിരുന്നു. സോ ഈ സീസണിലോട്ട് വരുമ്പോൾ സ്ലോട്ട് ക്ലോപ്പിൻ്റെ കയ്യിൽ നിന്ന് ടീമിനെ ഏറ്റെടുത്തതിന് ശേഷം പ്രോബബ്ലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനും അപ്പുറത്ത് ആൾ കളിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്ക് 8 പോയിന്റ് ഗ്യാപ്പാണ് ഇവർക്കിടയിലുള്ളത്. ഇന്നത്തെ മാച്ച് ലിവർപൂളിന് ജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് 11 പോയിന്റായി വരും. ശരിയാണ്, സിറ്റി ഇതിനു മുമ്പും ഇങ്ങനത്തെ 10 പോയിന്റ്സ് ഗ്യാപ്പൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ സീസണിൽ സിറ്റിയുടെ എസ്പെഷ്യലി റോഡ്രിയൊക്കെ പോലത്തെ പ്ലേയേഴ്സിൻ്റെ ഇഞ്ചറി, പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ സ്ക്വാഡിൽ ധാരാളം പ്ലേയേഴ്സ് ഔട്ട് ഓഫ് ഫോമായിട്ട് പോകുന്നുണ്ട്, പലരും ഏജ് ക്യാച്ചപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനത്തെ എല്ലാ ഇഷ്യൂസും ഉണ്ട്. അങ്ങനെ ഇരിക്കും ഈ ഒരു 11 പോയിന്റ്സ് ലീഡ് ആയാൽ അത് മറികടക്കാനായിട്ട് വളരെ വളരെ ബുദ്ധിമുട്ടാവും. അതേസമയത്ത് ഇന്ന് ജയിക്കാനായിട്ട് സിറ്റിക്ക് സാധിച്ചാൽ അത് 5 പോയിന്റായി ചുരുങ്ങുകയും ചെയ്യും. ഇനിയും ഒരു മാച്ചോടെയും എത്തിഹാഡിൽ ഇവർക്കിടയിലുണ്ട്. കൂടാതെ നമുക്കറിയാം സീസണിൽ എന്തും സംഭവിക്കുക ഇതിനിടയിൽ. സോ അതിനകത്ത് നിന്ന് ഇന്നത്തെ മാച്ച് വിജയിക്കുക, നാളത്തെ മാച്ച് വിജയിക്കുക എന്നുള്ളത്, നാളെ ഇന്ത്യൻ സമയം 10 മണിക്കാണ് വൈകിട്ട് രാത്രിയിൽ ആ മാച്ച് വിജയിക്കുക എന്നുള്ളത് സിറ്റിയുടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവർക്കാണ് പ്രോബബ്ലി മോർ അത്യാവശ്യം എന്ന് പറയാം. അതേസമയത്ത് ലിവർപൂളിൻ്റെ കാര്യം പറയാനായിട്ടാണെങ്കിൽ നാളെ സിറ്റിക്ക് അഗേൻസ്റ്റ് ഒരു വിക്ടറി ഗ്രൈൻഡ് ചെയ്യാൻ സാധിച്ചാൽ അവർക്ക് ഈ ഒരു സീസണിൽ ഈ ഒരു എന്താ പറയുക പ്രീമിയർ ലീഗിലോട്ടുള്ള ഗ്യാപ്പ് 11 പോയിന്റ് സിറ്റിക്ക് അഗേൻസ്റ്റ് ആക്കാൻ പറ്റും. ശരിയാണ്, ആർസണലും ചെൽസി എല്ലാം കയറി വരുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ടൈറ്റിൽ കണ്ടൻഡർ എന്ന് എല്ലാവരും കരുതുന്ന ടീം സിറ്റി ആയിരുന്നല്ലോ. സോ സിറ്റിക്ക് ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റൂബൻ ഡിയാസ് ഇപ്പോൾ ലാസ്റ്റ് ഗെയിമിൽ ഫെയ്നോർഡ് അഗേൻസ്റ്റ് ബെഞ്ചിലുണ്ടായിരുന്നു. ആൾ ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. മിക്കവാറും കെവിൻ ഡിബ്രൂയിനേക്കും ഇഞ്ചറിക്ക് ശേഷം ലാസ്റ്റ് മാച്ച് കുറച്ച് മിനിറ്റ്സ് കളിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഫോഴ്സ്ഡ് ആയേക്കും ഡിബ്രൂയിനെ നാളെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പെപ് ഗോർഡിയോള. പിന്നെ ഡോക്കുവിൻ്റെ കാര്യം സംശയമാണെന്ന് കേൾക്കുന്നു. ഡോക്കു ചിലപ്പം വന്നേക്കാം. കോവസിച്ചും റോഡ്രിയും ഓസ്കർ ബോവും ഈ മാച്ചിൽ നിന്നും ഔട്ടാണ്. അപ്പുറത്ത് ലിവർപൂളിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ലിവർപൂളിന് ചെറിയൊരു മോശം വാർത്തയായിട്ടാണ് ഈ മാച്ചിലൂടെ വരുന്നത്. മറ്റൊന്നുമല്ല, അവരുടെ സ്റ്റാർ ഡിഫൻഡറായ കൊണാട്ടെ ഔട്ടാണ്. സോ നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു മാച്ചിൽ എൻട്രിക്കുമായിട്ട് ലാസ്റ്റ് ഒരു കൂട്ടിയിടിച്ച് വീണിരുന്ന ആൾ. സോ അതിനുശേഷം ചെറിയൊരു ഇഞ്ചറി കൺസേൺ ഉണ്ടായിരുന്നു. ആദ്യമേ കുഴപ്പമില്ലായിരുന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നെങ്കിൽ ഇപ്പം ആള് സോ അൺഡിഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഔട്ടാണ്. എക്സാക്ട്ലി എത്ര നാളത്തേക്ക് എന്നുള്ള റിപ്പോർട്ട് കണ്ടില്ല. സോ കൊണാട്ടെ വിൽ ബി ഔട്ട്. സോ ഗോമസ് മിക്കവാറും ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സോ വാൻഡേക്ക് കൊണാട്ടെ ഡ്യൂയോ വാസ് സൂപ്പർ ഫോർ ലിവർപൂൾ. സോ കൊണാട്ടയുടെ ഇഞ്ചറി ഹ്യൂജ് അടിയായിരിക്കും. മേ ബി നമുക്ക് നോക്കാം. ഗോമസ് മോശമായിട്ട് കളിക്കുന്നില്ല, പക്ഷേ പ്രീമിയർ ലീഗിലെ ഫസ്റ്റ് ആർട്ടായിരിക്കും ആൾക്ക് ചിലപ്പം കിട്ടാൻ പോകും. ഈ സീസണിലെ ഫസ്റ്റ് ആർട്ടാണ് കിട്ടാൻ പോകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അപ്പുറത്ത് കോണർ ബ്രാഡ്ലിയുടെ കാര്യം ചെറിയ സംശയത്തിലാണെന്ന് കേൾക്കുന്നുണ്ട്. ആൾ ചെറിയൊരു ഇഞ്ചറി എന്നല്ല, ചെറിയൊരു ഫറ്റീഗ്നെസ് ഉണ്ടായിരുന്നു. ചെറിയൊരു ഹാംസ്ട്രിങ്ങിൻ്റെ ചെറിയൊരു പ്രോബ്ലമായിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ നമുക്കറിയാം ട്രെൻഡ് അലക്സാണ്ടറിനോട് അവൈലബിൾ ആണ്. സോ അത് വലിയ തലവേദനയാവുമെന്ന് തോന്നുന്നില്ല. ബട്ട് കോണർ ബ്രാഡ്ലി ചിലപ്പം ബെഞ്ചിൽ ഇടം പിടിച്ചേക്കാവുന്ന റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. സോ ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ നാളെ നമുക്ക് എക്സാക്ട് ആൻസർ കിട്ടത്തുള്ളൂ തോന്നുന്നു. ആൻഡ് എടുത്തു പറയാൻ മറ്റേ കാര്യം, ദിയോഗോ ജോട്ട ഔട്ടാണ്, അലിസൺ ബെക്കർ ഔട്ടാണ്. സോ ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഇവർ രണ്ടുപേരും ഓൾറെഡി ഒരു ഇഞ്ചറി കാരണം സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. സോ ഈ മാച്ചിലോട്ട് വരുമ്പം എവിടെയാണ് സിറ്റിക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്? മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഡിഫെൻസീവ്ലി ഇമ്പ്രൂവ്മെൻറ്റ് വരണം. ബട്ട് മോർ ദാൻ ദാറ്റ് അറ്റാക്കിങ്ങിലും മിഡ്ഫീൽഡിലും എസ്പെഷ്യലി മിഡ്ഫീൽഡിൽ സിറ്റി ആൻസേഴ്സ് ഫൈൻഡ് ചെയ്തേ പറ്റൂ. കാരണം മാഞ്ചസ്റ്റർ സിറ്റി ഇൻ ട്രാൻസിഷൻ ലാസ്റ്റ് സീസണിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഡിഫൻസീവ് ട്രാൻസിഷന് വീക്ക്നെസ്സുകൾ ഉണ്ടായിരുന്നു. കായ് വോക്കറിൻ്റെ പേസും റോഡ്രിയുടെ പ്രസൻസും ഒക്കെ കൊണ്ട് ആൻഡ് ലക്ക് ഫാക്ടറും ചില സിറ്റുവേഷൻസിൽ ഉണ്ടായതുകൊണ്ട് സിറ്റി പലപ്പോഴും ഓവർകം ചെയ്തിരുന്നു. പക്ഷേ ഈ സീസണിലോട്ട് വരുമ്പോഴേക്കും അത് കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നതാണ് കാണുന്നത്. മാഞ്ചസ്റ്റർ സിറ്റി മിഡ്ഫീൽഡിൽ സിറ്റിക്ക് ബോൾ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. എസ്പെഷ്യലി നമ്മൾ നോക്കുവാണെങ്കിൽ ഫിസിക്കൽ ബാറ്റിൽസിലോട്ട് വരുമ്പോഴേക്കും ഒപ്പോണൻറ്റ് ഈസി ആയിട്ട് മാൻ സിറ്റി പ്ലേയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബോൾ എടുത്തുകൊണ്ട് പോവാണ്. ഇറ്റ്സ് സോ ഈസി ടു വിൻ ബാക്ക് ബോൾ അഗൈൻസ്റ്റ് മാൻ സിറ്റി എന്നുള്ള സിറ്റുവേഷൻ വരുവാണ്. ആൻഡ് ഇൻ ഡിഫൻസീവ് ട്രാൻസിഷൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ബോൾ റിക്കവർ ചെയ്യാനും പറ്റുന്നില്ല.
മത്തേയോ കോവസിച്ചും ഈ മാച്ചിൽ ഫിറ്റ് അല്ല. കോവസിച്ച് എന്തായാലും ഈ മാച്ചിൽ അവൈലബിൾ ആയിരിക്കത്തില്ല. റോഡ്രി ഇല്ല. സോ അവരുടെ മിഡ്ഫീൽഡിൽ എന്തായാലും വീക്ക്നെസ്സുകളുണ്ട്. ബെർണാഡോ സിൽവ ആണെങ്കിലും ഗുണ്ടകൻ ആണെങ്കിലും ഈവൻ റിക്കോ ലൂയിസ് പലപ്പോഴും റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇൻവേർട്ട് ചെയ്ത് മിഡ്ഫീൽഡിലോട്ട് കയറുന്നതാണ്. റിക്കോ ലൂയിസ് ഒക്കെ ആണെങ്കിലും ഫിസിക്കാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആൻഡ് ഇൻ ട്രാൻസിഷൻ അവർക്ക് ബോൾ റിക്കവർ ചെയ്യാനും സാധിക്കുന്നില്ല. ആൻഡ് സിറ്റി റിയലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് വിത്തൗട്ട് ദ ബോൾ. ഈവൻ വിത്ത് ദ ബോളും സിറ്റി ചാൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു. ഫിൽ ഫോഡനൊക്കെ ഈ മാച്ചിലോട്ട് വരുമ്പോൾ സ്റ്റെപ്പ് അപ്പ് ചെയ്തേ പറ്റും. സവീനോ ആണെങ്കിലും ഫിൽ ഫോഡൻ ആണെങ്കിലും ഈവൻ ടു ആൻ എക്സ്റ്റെന്റ് ഹാളണ്ട് ആണെങ്കിലും ഇവരെല്ലാം സ്റ്റെപ്പ് അപ്പ് ചെയ്തേ പറ്റും. കാരണം ഗോൾസ് ഹാളണ്ടിന് അതിൽ നിന്ന് മാത്രം കിട്ടിയാൽ പോരാ, അതർ പ്ലേയേഴ്സോട് സ്കോർ ചെയ്യാം. ആൻഡ് ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും സിറ്റി ഹാസ് ടു സ്റ്റാർട്ട് ഓൺ ദ ഫ്രണ്ട് ഫുട്ട്. നമുക്കറിയാം ഈ സീസണിലെ സ്ലോട്ടിന് സെക്കൻഡ് ഹാഫ് ടീം എന്നൊരു പേര്, അങ്ങനെ ഒരു പേരല്ല, ബട്ട് സെക്കൻഡ് ഹാഫിൽ എന്നാ പറയുക ഒപ്പോണൻറ്റിനെ ഔട്ട് പ്ലേ ചെയ്യുന്ന പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ലിവർപൂൾ സ്ലോട്ട് ഫസ്റ്റ് ഹാഫിൽ ഒപ്പോണൻറ്റിനെ സ്റ്റഡി ചെയ്തിട്ട് സെക്കൻഡ് ഹാഫിൽ വന്ന് ഒപ്പോണൻറ്റിനെ ഔട്ട് പ്ലേ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈവൻ റീസെൻറ്റ് റയൽ മാഡ്രിഡ് മാച്ചാണല്ലോ അതിനുള്ള എക്സാമ്പിളാണ്. ആർസണൽ മാച്ചിലും അതിനുള്ള എക്സാമ്പിൾ നമുക്ക് കാണാം. സോ മാഞ്ചസ്റ്റർ സിറ്റി ഫസ്റ്റ് ഹാഫിൽ ലീഡ് എടുക്കേണ്ടത് അനിവാര്യമാണ്. സോ ഫസ്റ്റ് ഹാഫിൽ റോൾ കോസ്റ്റ് അറ്റാക്ക് ചെയ്യുക, ലിവർപൂളിന് അഗേൻസ്റ്റ് ലീഡ് എടുക്കുക. കാരണം സെക്കൻഡ് ഹാഫിൽ ലിവർപൂൾ ഗെയിം അപ്പ് ചെയ്യുന്നതാണ് നമ്മൾ ഈ സീസൺ ഓവറോൾ കാണുന്നത്. സോ എങ്ങനെയും ഫസ്റ്റ് ഹാഫിൽ ലീഡ് എടുക്കുക, ലിവർപൂളിനെ സെക്കൻഡ് ഹാഫിൽ ഫോഴ്സ് ചെയ്യുക അവരുടെ ഷേപ്പ് വിടാനായിട്ടും അവരുടെ റിതം ബ്രേക്ക് ചെയ്യാനായിട്ടും. സോ ഫസ്റ്റ് ഹാഫിൽ ലീഡ് എടുക്കേണ്ടത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വളരെ അത്യാവശ്യമാണ് ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും. ആൻഡ് ഡിഫൻസീവ് ട്രാൻസിഷനിൽ ഇംപ്രൂവ് ആയേ പറ്റൂ. റൂബൻ ഡിയാസ് കമ്മിങ് ബാക്ക് ഒരു ഹ്യൂജ് ബൂസ്റ്റാണ്. ഇഞ്ചറിക്ക് ശേഷം വരുവാണ്. അതിനകത്ത് തന്നെ എന്തുമാത്രം മാച്ച് ഫിറ്റ്നസ് ആണ്, മാച്ച് അവയർനെസ് കാണുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബട്ട് റൂബൻ ഡിയാസ് മാസീവ് ഇംപ്രൂവ്മെൻ്റ് ആയിരിക്കും കൊടുക്കാൻ പോകാൻ തോന്നുന്നു. സ്റ്റോൺസിൻ്റെ അവൈലബിലിറ്റി ഔട്ടാണ്. സോ സ്റ്റോൺസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു സോളിഡായിട്ട് ആ മിഡ്ഫീൽഡിൽ വന്നതിന് ആളെ മിഡ്ഫീൽഡിലോ അല്ലെങ്കിൽ ഡിഫൻസിലാണെങ്കിലും ഡിഫൻസിൽ നിന്ന് മിഡ്ഫീൽഡിലോട് ആൾക്ക് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഗോർഡിയോയുടെ ലാസ്റ്റ് 2 ഗെയിംസിലെ ഫോം ഒരു അല്പം വറിയിങ് ആണ്. സോ അത് മെയിൻലി നമ്മൾ നോക്കുവാണെങ്കിൽ മിഡ്ഫീൽഡ് എക്സ്പോസ് ആകുമ്പോൾ ഡിഫൻസ് എക്സ്പോസ് ആവാൻ തുടങ്ങും. അത് പറയേണ്ട ആവശ്യമില്ല. ആൻഡ് അക്കാൻജിയും ഫോം ഔട്ടാണ്. ഐ തിങ്ക് കായ് വോക്കർ ഈ മാച്ചിലോട്ട് വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കായ് വോക്കർ സ്റ്റാർട്ട് ചെയ്ത ലൂയിസ് ഡിയാസ് ഈസ് ഗോയിങ് ടു എക്സ്പോസ് ചെയ്യുമെന്നാണ് തോന്നുന്നത് ഈ സീസൺ. കായ് വോക്കർ നോ ലോങ്ങർ സിറ്റി പ്രീമിയർ ലീഗിൽ സിറ്റിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഒരു പ്ലെയർ ആയിട്ട് തോന്നുന്നില്ല കായ് വോക്കർ ഇസ് നോ ലോങ്ങർ എ ഗ്യാരണ്ടീഡ് സ്റ്റാർട്ടർ ഫോർ സിറ്റി. ആൻഡ് അപ്പുറത്ത് ലിവർപൂളിൻ്റെ കാര്യം വരുമ്പോൾ ലിവർപൂൾ മിഡ്ഫീൽഡിൽ സിറ്റിക്ക് അഗേൻസ്റ്റ് കംപ്ലീറ്റ് ഡോമിനേഷനുള്ള സാധ്യത കാണുന്നുണ്ട്. ഗ്രാവംബർഗും മക്കലിസ്റ്ററും സബോസ്ലൈയും കർട്ടിസ് ജോൺസും അടങ്ങുന്ന മിഡ്ഫീൽഡ് റിയലി സോളിഡ് ആയിട്ടാണ് തോന്നുന്നത്. ഏലിയട്ട് ഈസ് ബാക്ക്, അതൊരു ഹ്യൂജ് ബൂസ്റ്റാണ്. ആൻഡ് ലാസ്റ്റ് ഗെയിമിലെ ലൂയിസ് ഡിയാസിൻ്റെ ഒക്കെ പെർഫോമൻസ് ആൻഡ് ഡാർവിൻ ന്യൂനസിൻ്റെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കെയോട്ടിസം എല്ലാം സൂപ്പറാണ്. ആൻഡ് അവരുടെ സ്റ്റാർ മാൻ സാലയുണ്ട്. റയൽ മാഡ്രിഡിന് അഗേൻസ്റ്റ് ഒന്ന് നിറമങ്ങിയെങ്കിലും ഈ സീസണിലെ പ്രോബബ്ലി ബാലൻഡിയോർ റേസിൽ, അതായത് ബാലൻഡിയോർ പവർ റാങ്കിങ്സിൽ തോപ്പിക്കുന്ന പ്ലെയറാണ്. സോ അമ്മാതിരി പെർഫോമൻസ് ആണ് സാല കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ സാലയുണ്ട്, ജോട്ടയുണ്ട്, ഡാർവിൻ ന്യൂനസ് എല്ലാവരും കുഴപ്പമില്ലാത്ത ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് മിഡ്ഫീൽഡ് ലുക്സ് റിയലി സോളിഡ്. ഈവൻ ആ റയൽ മാഡ്രിഡിന് അഗേൻസ്റ്റ് ആണെങ്കിലും ഗ്രാവംബർഗും മക്കലിസ്റ്ററിൻ്റെ ഒക്കെ ഒരു ഷോ ആണ് നമ്മൾ കണ്ടത്. സോ ദാറ്റ് ഈസ് ദ പോസിറ്റീവ് ഫോർ ലിവർപൂൾ. ആൻഡ് ലിവർപൂൾ പ്രോബബ്ലി ആവശ്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ സോളിഡ് ആവുക, സ്ലോപ്പി ആവാതിരിക്കുക. ഫസ്റ്റ് ഹാഫിൽ ചില സിറ്റുവേഷൻസ് ലിവർപൂൾ സ്ലോപ്പി ആവാറുണ്ട്. ഈവൻ അഗേൻസ്റ്റ് റയൽ മാഡ്രിഡ് സ്ലോപ്പി പാസുകളും മറ്റുമൊക്കെ കണ്ടിരുന്നു. റയൽ മാഡ്രിഡ് ചില സിറ്റുവേഷൻസിൽ അത് ക്യാപിറ്റലൈസ് ചെയ്തുമില്ല. സോ ലിവർപൂൾ ഫസ്റ്റ് ഹാഫിൽ നല്ല സോളിഡായിട്ട് നിൽക്കേണ്ട ആവശ്യമുണ്ട്. സോ ഈ സീസൺ പലപ്പോഴും ഫസ്റ്റ് ഹാഫിൽ കുറച്ച് സ്ലോപ്പി ആയിട്ട് ലിവർപൂൾ തോന്നിയിട്ടുണ്ട്. സൗത്താംപ്ടൺ മാച്ചിലും ഈവൻ ലാസ്റ്റ് റയൽ മാഡ്രിഡ് മാച്ചിലും ആർസണൽ മാച്ചിലൊക്കെ നമ്മൾ കണ്ടു. സോ ഫസ്റ്റ് ഹാഫിൽ സിറ്റിക്ക് ലീഡ് കൊടുക്കാതിരിക്കുക, സിറ്റീനെ എങ്ങനെയും പിടിച്ചു നിർത്തുക ലിവർപൂൾ അത്യാവശ്യമാണ്. ആൻഡ് മിഡ്ഫീൽഡ് ബാറ്റിൽ വിൻ ചെയ്യാനായിട്ട് നോക്കുക. ഗ്രാവംബർഗും മക്കലിസ്റ്ററിനെയൊക്കെ വെച്ച് എന്തായാലും സിറ്റിയുടെ കറണ്ട് മിഡ്ഫീൽഡിന് അഗേൻസ്റ്റ് ഒരു അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാൻ ലിവർപൂളിന് സാധിക്കുമെന്ന് തോന്നുന്നു. ഡിഫൻസീവ്ലി സോളിഡായി നിൽക്കാനായിട്ട് ലിവർപൂളിന് സാധിച്ചാൽ ദാറ്റ് വിൽ ബി എ ഗെയിം ചേഞ്ചർ. ബ്രാഡ്ലിയിൽ അർണോൾഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ചിലപ്പം അർണോൾഡ് എന്തുമാത്രം മാച്ച് ഫിറ്റ്നസ് ആണെന്നൊരു ക്വസ്റ്റ്യൻ കാണുമായിരിക്കാം. മേ ബി ബ്രാഡ്ലി സ്റ്റാർട്ട് ചെയ്യുമോ എന്ന് അറിയത്തില്ല. ബട്ട് ബ്രാഡ്ലി ലാസ്റ്റ് ഗെയിമിൽ ചെറിയൊരു ഇഞ്ചറി സസ്റ്റെയിൻ ചെയ്തു. സോ മാച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫിറ്റ്നസ് ഉണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഗോമസ് സെൻറ്റർ ബാക്കായിട്ട് വരുമ്പോൾ കൊണാട്ടെ കൊടുത്ത് ഒരു കവർ കൊടുക്കും. കൊണാട്ടെ അത്രയ്ക്കും വൈറ്റലാണ്. സോ ആ ഒരു ഏരിയ സിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻഡ് ഈ ഒരു മാച്ച് റീസെൻ്റ്ലി ഇവർ തമ്മിൽ കളിച്ച ലാസ്റ്റ് 5 ഫിക്സ്റ്റേഴ്സ് ഇൻ ഓൾ കോമ്പറ്റീഷൻസിൽ പ്രീമിയർ ലീഗിൽ 4 ഒരു കർബോ കപ്പ് ഫിക്സ്റ്ററുമാണ് ഇവർ. ലാസ്റ്റ് 5 കോമ്പറ്റീഷൻസിൽ 2 സിറ്റിയും 1 ലിവർപൂളും. ഇതിന് മുമ്പത്തെ 2 മാച്ചസും പ്രീമിയർ ലീഗിൽ ഡ്രോയി വരുന്നു ലാസ്റ്റ് സീസണിൽ. സോ ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോൾ ഒരു തീപ്പാറും മത്സരം കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതിൽ ഒരു എൻഡ് ടു എൻഡ് സ്റ്റഫ് അന്യായ ഫുട്ബോൾ, മേ ബി ഒരു ഹൈ സ്കോറിംഗ് ഗെയിം അങ്ങനെ ആവാനായിട്ടുള്ള സാധ്യത ഇപ്പം വളരെ കുറവാണ് കാണുന്നത്. ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോൾ മേ ബി സ്ലോട്ട് കുറച്ചുകൂടി ഗെയിം കൺട്രോൾ ചെയ്യാൻ നോക്കും. പെപ്പാണെങ്കിലും കുറച്ചുകൂടി ഡിഫൻസീവ് സോളിഡായിട്ട് കൊണ്ടുവരാൻ നോക്കും. സോ നമ്മളൊരു ടാക്ടിക്കലി സോളിഡ് ആയിട്ടുള്ള മേ ബി ഒരു 2-1 അല്ലെങ്കിൽ ഒരു 1-1 അങ്ങനത്തെയൊക്കെയുള്ള ഒരു ബാറ്റിലായിട്ട് കാണാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. റാദർ തന്നെ 5-4-3 അങ്ങനത്തെ ഒരു ബിഗ് സ്കോറിംഗ് ഗെയിമിനേക്കാളും ചാൻസ് അതാണ് ഞാൻ കൂടുതൽ കാണുന്നത്. ആൻഡ് ഈ ഒരു മാച്ച് വിജയിക്കുക സിറ്റിക്ക് വളരെ വൈറ്റലാണ്.
ദേ cannot ലൂസ് ദി പോയിന്റ്സ്. ആൻഡ് മിഡ്ഫീൽഡ് ബാറ്റിൽ സിറ്റി എങ്ങനെയും വിജയിച്ചേ പറ്റൂ. ഇപ്പോൾ സ്ലോട്ടിനെ അഗേൻസ്റ്റ് പെപ്പിനെ ഡോമിനേറ്റ് ചെയ്യണമെങ്കിൽ മിഡ്ഫീൽഡ് ഹാസ് ടു സ്റ്റെപ്പ് അപ്പ്. ഡിബ്രൂനയിൽ ഹ്യൂജ് ബർഡനാണ് ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഉള്ളത്, വിത്തൗട്ട് എ ഡൗട്ട്. ഡിബ്രൂനെ ഹാസ് ടു സ്റ്റെപ്പ് അപ്പ്, ബെർണാഡോ സിൽവ ഹാസ് ടു സ്റ്റെപ്പ് അപ്പ്, ഗുണ്ടൻ ഹാസ് ടു സ്റ്റെപ്പ് അപ്പ്, ആൻഡ് ഈവൻ ഹാളൻഡ് ഹാസ് ടു സ്റ്റെപ്പ് അപ്പ്. ഹാഫ് ചാൻസുകളാണ് കൺവേർട്ട് ചെയ്യുക. കാരണം വളരെ ലിമിറ്റഡ് ചാൻസുകൾ ലിവർപൂളിനെ അഗേൻസ്റ്റ് കിട്ടത്തുള്ളൂ. കാരണം അത്രയും പ്രോപ്പറായിട്ടുള്ള പ്രാഗ്മാറ്റിക് അപ്രോച്ച് കളിക്കുന്ന ഒരു കോച്ചാണ് നമ്മൾ സ്ലോട്ടിൽ കാണുന്നത്. ആൻഡ് ഹീസ് എ റിയലി ഗുഡ് ടാക്ടിക്കൽ ജീനിയസ് എന്നും ഓരോരോ മാച്ച് കഴിയുമ്പോൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമുക്ക് നോക്കാം സിറ്റി എങ്ങനെ ഈ മാച്ചിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു. ഈ റീസെൻറ്റ് ഫോം വെച്ച് നോക്കുമ്പോഴും ആൻഫീൽഡ് ക്രൗഡും എല്ലാം വെച്ച് നോക്കുമ്പോഴേക്കും ക്ലിയർ ഫേവറേറ്റ്സ് പലരും പറയുന്നത് ലിവർപൂൾ തന്നെയാണ്. പക്ഷേ സിറ്റിയാണ്. യു ക്യാനോട്ട് റൈറ്റ് ദം ഓഫ് അല്ലേ. പെപ്പ് ഗോർഡിയോള എന്തെങ്കിലുമായിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചിലോട്ട് വരുമ്പോഴുള്ള പ്രതീക്ഷകൾ എന്ന് പറയുക. എന്തായാലും നാളെ നമുക്ക് നോക്കാം കളി ഇൻട്രസ്റ്റിംഗ് ആവുമോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതായിരിക്കും. ബൈ.